നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങൾക്കിടെ അറസ്റ്റിലായവരോ അല്ലെങ്കിൽ കസ്റ്റഡിയിലാകുകയോ ചെയ്യുകയോ ചെയ്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ വിദ്യാർത്ഥികളെയും വിട്ടയക്കണമെന്ന സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുട്ടികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തവരെയാണ് ഇപ്പോൾ വിടാനായിട്ട് ജാമ്യം നൽകി വിടാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഡൽഹിയിലെ ജന്തർ മന്ദിറിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലും CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നിർബന്ധിത നടപടികളും സ്വീകരിക്കരുതെന്നും സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ഈ സംരക്ഷണം ലഭിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഉന്നതതല സമിതിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടേക്കുമെന്ന് ഒരു സൂചനയും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. കേന്ദ്ര സർക്കാരിനും മഹാരാഷ്ട്ര, ബീഹാർ, ആസാം, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാന സർക്കാരുകൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾക്കെതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ നടപടി. ജൂലൈ 10 പാർലമെന്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ പോലീസും തമ്മിലുണ്ടായ ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ആ സംഭവങ്ങൾ കോടതി ഇപ്പോൾ പരിശോധിക്കുകയാണ്. പ്രതിഷേധത്തിനിടെ ബീഹാറിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ AK-47 തോക്ക് ഉപയോഗിച്ചതായി RJD MP മനോജ് സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ സംഭവത്തിൽ നടക്കണം. അതിക്രമങ്ങൾ നടത്തുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്തവർക്കെതിരെ നടപടിയെടുക്കണം. ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിച്ചില്ലെങ്കിൽ നിശ്ചയിച്ചില്ലെങ്കിൽ അന്വേഷണം അർത്ഥശൂന്യമായി പോകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. പ്രക്ഷോഭ സമയങ്ങളിൽ പോലീസിന് പുതിയൊരു നടപടിക്രമം ആവശ്യമാണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. അതായത് ഈ വലിയൊരു കലാപം അല്ലെങ്കിൽ പ്രക്ഷോഭമൊക്കെ വരുമ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു ആക്രമണം വരുന്ന സമയത്ത്, അതായത് ഈ ഒരു മാർച്ച് പോലെയുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂലൈ 20 പാർലമെന്റിന്റെ പുറത്ത് നടന്നതുപോലത്തുള്ള ആക്രമണ സംഭവങ്ങൾ വരുമ്പോൾ അതിൽ പോലീസിന് പുതിയ തരത്തിലുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു മാനുവൽ വേണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭ വേളയിൽ പോലീസിന് നേരത്തെ നിശ്ചയിച്ചിരുന്ന ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ വാദങ്ങളുടെ ആവശ്യമില്ലെന്ന് ഞങ്ങൾ കരുതുന്നു. വിദ്യാർത്ഥികൾ നടത്തിയ തികച്ചും സമാധാനപരമായ ഒരു പ്രതിഷേധമായിരുന്നു. അതിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി. ഭരണഘടനാപരമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് ആ സമരം നടന്നത്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. സമാധാനപരമായ ഇത്തരം പ്രതിഷേധങ്ങളിൽ എപ്പോഴും ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ കടന്നു വരാറുണ്ടെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രത്യേക അജണ്ടയുമായി എത്തുന്നവർ പെട്ടെന്ന് തന്നെ സമരത്തിന്റെ ഭാഗമായി മാറുന്നുവെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു. കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് പോലുള്ള നടപടികൾ അനുവദിക്കണോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.